ഡിവോഴ്സ് എന്ന് പറഞ്ഞത് ഒരു ആവശ്യമാണോ എന്നുള്ളതിലപ്പുറത്ത് അത് ഒരു വലിയ അത്യാവശ്യം എന്നുള്ളൊരു രീതിയിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്പേസിൽ അവർ അപരിചിതരായി തീരുന്നിടത്താണ് നമുക്കൊരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരിക. കാരണം നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നു, ഒരു സ്ഥലത്തിൽ ഒരു സ്പേസ് അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പുറത്ത് ഒരു ഒന്നിച്ച് ജീവിതം ആവില്ല. അപ്പം അങ്ങനെയല്ലാതെ ദാമ്പത്യങ്ങൾ മാറുന്ന ഒരു സമയത്താണ് ഈ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ആലോചന പോകുന്നത്. അത് പ്രത്യേകിച്ചും ഈ കാലത്ത് അതേ വ്യക്തിബോധം വന്നു കഴിഞ്ഞു മനുഷ്യർക്ക്. സ്ത്രീകളെ പൊതുവെ പരിഭാഗപ്പെടുത്തുന്നത് തന്നെ വേറൊരു വീട്ടിൽ വേറൊരാളുടെ കീഴിൽ അവരെ താല്പര്യങ്ങൾക്കൊത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നൊക്കെ പെൺകുട്ടികളും മാറിക്കഴിഞ്ഞു, സമൂഹവും മാറിക്കഴിഞ്ഞു. അങ്ങനെ സ്വന്തമായ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും സ്പേസിനെ കുറിച്ച് കലീബറിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഈ കോൺഫ്ലിക്ട്സിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള പരിശീലനം നമുക്ക് ഇന്നും കിട്ടുന്നില്ല. ഈ ആൺപെൺ വിവേചനം ജനിച്ചത് മുതൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയും ഇതൊരു വാർ സോണാക്കി നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ഘടനയാണ് നമുക്ക്. മറിച്ച് അങ്ങനെയല്ല, ഇത് എമിക്കബിൾ ആക്കണം. രണ്ടുപേരും ജീവിതം രണ്ടുപേർക്കും സഹിക്കത്തക്കതാക്കണം. ഒരാളുടെ ജീവിതം ഷെയർ ചെയ്യുന്നതോടുകൂടി ഒരാൾക്ക് സഫോക്കേഷൻ വരാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിനൊരു വികാസത്തിൻ്റെ തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ളൊരു പുതിയ ആലോചനകൾ മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാവുമ്പോഴാണ് ജീവിതം എമിക്കബിൾ ആവുള്ളൂ. അപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു പരിശീലനം ഇല്ലാത്തതിൻ്റെ കൂടെ കുറേ പ്രശ്നങ്ങൾ നമ്മളെ ബന്ധങ്ങളിൽ, ദാമ്പത്യങ്ങൾ, അതിലും ലിവിങ് റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയങ്ങളാണെങ്കിലും ഒക്കെ സഫർ ചെയ്യുന്നുണ്ട്. അത് സഫർ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു എലമെൻറ്റ് മാത്രമാണ് ഡിവോഴ്സ്. പക്ഷെ നമ്മൾക്കത് ഭയങ്കര ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. അയ്യോ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഇനി ജീവിതവും ഒക്കെ തീർന്നു എന്നുള്ള മരണതുല്യമായിട്ട് കാണുന്ന, അങ്ങനെ കണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിന് പ്രസക്തിയുണ്ട്. നമ്മളിപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദാമ്പത്യങ്ങൾ കുടുംബ കോടതിയിൽ കെട്ടിക്കെടുക്കുക 72% മേലെ എന്നാണ് ഞാൻ ഈ അടുത്തൊക്കെ മനസ്സിലാക്കിയത്. അത് 30 വർഷം കഴിഞ്ഞവർ മുതൽ ഇന്നലെ കല്യാണം കഴിഞ്ഞവർ പോലും വിത്തിൻ വീക്സിലും മന്ത്സിലും ഒക്കെ അവർക്ക് ആ കോമ്പാറ്റിബിലിറ്റി ഇല്ല എന്ന് തിരിച്ചറിയുകയും, അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവരത് പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ റിയലൈസ് ചെയ്ത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. മറ്റുള്ളവർ അങ്ങനെയല്ലേ, 30 വരെ വെച്ചാൽ അവർ 2, 3, 4 വർഷത്തിലോ മാസത്തിലോ മനസ്സിലാക്കി അതേ കാര്യം വെച്ചിട്ട് ഒരിക്കലും സന്തോഷമില്ലാതെ 30 വർഷം ജീവിച്ചിട്ടാണ് ഒരു പോയിന്റിൽ അവർ തീരുമാനം എടുക്കുന്നത്. ഈ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ ഡിവോഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണോ അല്ലേ എന്നുള്ളതിനപ്പുറത്ത് ഇത്തരത്തിൽ മനുഷ്യന്മാർക്ക് ശത്രുതാപരമല്ലാതെ പിരിഞ്ഞു പോയിട്ടും വേറെ ജീവിതവും സാധ്യമാവേണ്ടതുണ്ട്.